ദുരവസ്ഥ എൻ്റെ മറ്റു കൃതികളെ അപേക്ഷിച്ച് വിലക്ഷണ രീതിയിലുള്ള ഒരു കാവ്യമാണ് എന്ന വാക്യം കുമാരനാശാൻ തൻ്റെ കവിതയ്ക്ക് കൊടുത്ത ഈ ആമുഖം ആ കൃതി അപൂർണമാണെന്ന് വിമർശിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്നതിൽ കലാപരമായ ഒരബദ്ധമില്ലേ എന്ന് ചോദിക്കാനാണ് ഞാനീ പറഞ്ഞത്. ഈ വിലക്ഷണതയല്ലേ ദുരവസ്ഥയുടെ കാവ്യ പൂർണ്ണതയ്ക്ക് നിദാനം എന്നത് ആശാനിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. ഒരുപക്ഷെ കേസരി ബാലകൃഷ്ണപിള്ള ചണ്ഡാല ഭിക്ഷുകിയെ നിരൂപണം ചെയ്തുകൊണ്ട് എഴുതിയ ലേഖനത്തിലാണ് ദുരവസ്ഥയെപ്പറ്റി പറയുന്നത്. ചണ്ഡാല ഭിക്ഷുകിയാണ് കുമാരനാശാൻ്റെ ഏറ്റവും മികച്ച കൃതി. മാഗ്നം ഒപ്പാസ് എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ പറയുന്ന ഓപ്പസ്. കുമാരനാശാനെ സംബന്ധിച്ച് ചിന്താവിഷ്ടയായ സീതയാണ് എന്ന് പറയുമ്പോഴും കേസരി പറയുന്നതല്ല, അത് ചണ്ഡാല ഭിക്ഷുകിയാണ്. അതിലെ മാതങ്കി മറ്റാരുമല്ല, ആ സ്ത്രൈണ ജീവിതം, ആ സന്യാസിനി കുമാരനാശാൻ തന്നെയാണ്. ഒരുപക്ഷെ ആ കുമാരനാശാനെ നമുക്ക് കരുണയിൽ ഉപഗുപ്തനായും കണ്ടെത്താം എന്ന് പറയുന്നിടത്ത് കേസരി ദുരവസ്ഥയെ വിമർശിക്കുന്നത് ഈ കൃതി ഒരു റിയലിസ്റ്റിക് കാവ്യമായിരിക്കെ തന്നെ ഇത് സാമ്പത്തിക ശാസ്ത്രപരമായി ന്യൂനതയുള്ളതാണ്. ഈ കൃതി ഹിന്ദു ധർമാനുസാരിയായി രചിക്കപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദുമത കൃതിയാണ്. ആ നിലയ്ക്കിത് മാപ്പിള കലാപത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തെ, മാപ്പിള തൊഴിലാളികൾ നേരിട്ട സാമ്പത്തിക പ്രയാസങ്ങൾ ഒരു കലാപത്തിലേക്ക് നയിച്ചതിനെക്കുറിച്ചിട്ടുള്ള ബോധ്യം ദുരവസ്ഥ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് കേസരി വിമർശിക്കുകയുണ്ടായി. പക്ഷെ ആശാൻ പറഞ്ഞത് കേസരി പറഞ്ഞ മട്ടിലല്ല. ആശാൻ മിസ്റ്റർ നാരായണനുമായി മലബാർ കലാപത്തെപ്പറ്റി പഠിക്കാൻ സഞ്ചാരം നടത്തുന്ന കാലത്തും അവിടുത്തെ സാമ്പത്തിക ശാസ്ത്രത്തിലല്ല ശ്രദ്ധയൂന്നിയത്. അദ്ദേഹം അതിൻ്റെ ഡെമോഗ്രാഫിയിലാണ്. അവിടുത്തെ ജനസംഖ്യ എങ്ങനെയാണ്, ഈ ജനസംഖ്യയിൽ തീയ സമുദായം എത്രത്തോളമുണ്ട്, ആ തീയ സമുദായത്തിൻ്റെ മതവിചാരം എന്തൊക്കെയാണ്, അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊരു സാമുദായിക നേതാവിൻ്റെ കണ്ണട വെച്ചുകൊണ്ട് സ്വാഭാവികമായും കുമാരനാശാൻ വീക്ഷിച്ചിരിക്കാം. പക്ഷേ എങ്കിൽ പോലും തൻ്റെ കൃതിയുടെ അടിസ്ഥാന ധാരണ ഈ ഡെമോഗ്രാഫി അല്ല എന്ന് ആശാൻ പറഞ്ഞത് കേസരി ശ്രദ്ധിച്ചുവോ എന്നതിൽ എനിക്ക് സന്ദേഹമുണ്ട്. വിലക്ഷണത വർത്തമാനകാലത്തും വായനക്കാരുടെ മുൻപിലും നടക്കുന്ന സംഭവങ്ങളെ മുൻനിർത്തി എഴുതിയതിനാൽ സാരസ്യം വരുത്താൻ പ്രയാസമുണ്ട് എന്നുള്ളതാണ്. എപ്പോഴും ചരിത്രത്തിൽ നിന്നൊരു കഷണമെടുക്കുന്നതാണ് കാവ്യരചനയ്ക്ക് ഏറ്റവും നല്ലത് എന്ന് നളിനിയെ ആസ്പദമാക്കി, ലീലയെ ആസ്പദമാക്കി, ചിന്താവിഷ്ടയായ സീതയെ, ചണ്ഡാല ഭിക്ഷുകിയെ പണ്ടുത്തര ഹിന്ദുസ്ഥാനത്തിൽ എന്ന് പണ്ടു ചേർത്ത് പറയുന്നതാണ് കാവ്യരചനയ്ക്ക് ഏറ്റവും നല്ലത്. അത് സാരസ്യം വരുത്താൻ ഉചിതമാണ്. പക്ഷെ കൺമുന്നിൽ നടക്കുന്ന സംഭവങ്ങളെ, വർത്തമാനകാല സംഭവങ്ങളെ കാവ്യരചനയ്ക്ക് ഉപയോഗിക്കുമ്പോൾ ആ പ്രക്രിയ കവിത വിലക്ഷണമായി തീരുന്നതിന് കാരണമാവും എന്ന് റാഫേലിനെ പോലെ തൻ്റെ ശില്പചാതുര്യപ്പറ്റി ബോധ്യമുണ്ടായിരുന്ന കുമാരനാശാൻ ദുരവസ്ഥയെ ഒരു മതകൃതി എന്നുള്ള നിലയിലല്ല സമീപിച്ചിരിക്കുന്നത്. ഇന്നെല്ലാവരും പറയുന്നത് പോലെ ദുരവസ്ഥ ഒരു മാപ്പിള വിരുദ്ധ കൃതി മാത്രമാണ് എന്ന നിലയിലല്ല എന്നതിന് ആശാൻ തന്നെ മുസ്ലിം യുവജന സംഘം, ആലപ്പുഴയിലെ മുസ്ലിം യുവജന സംഘം ദുരവസ്ഥയ്ക്കെതിരെ അയച്ച പ്രമേയത്തിന് മറുപടി പറയുമ്പോൾ എഴുതിയിട്ടുണ്ട്. മലബാറിൽ ലഹള നടത്തിയ അക്രമികളായ മുഹമ്മദീയരെയും മതഭ്രാന്തിനെ മുൻനിർത്തിയുള്ള അവരുടെ പൈശാചികമായ പ്രവൃത്തികളെയും അതിൽ കാവ്യയോഗ്യമായ വിധത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. കാവ്യയോഗ്യമായ വിധത്തിലേ വർണ്ണിച്ചിട്ടുള്ളൂ. ആ സന്ദർഭങ്ങളിൽ രസാനുഗുണമായും ലഹളയെ സംബന്ധിച്ച് ഞാൻ അറിഞ്ഞിട്ടുള്ള വാസ്തവങ്ങളെ, അത് കെ മാധവൻ നായരുടെ മലബാർ കലാപ പുസ്തകമായാലും മൊയ്ദ് മൗലവിയുടെ പുസ്തകമായാലും അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക രേഖകളായാലും മലബാർ കലാപത്തിൻ്റെ കാർഷിക അടിത്തറയെ കാണുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളത് ഡോക്ടർ കെ എം പണിക്കരുടെ പിൽക്കാലത്തെ തീസിസിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. പണിക്കർ
ഗ്രാംഷിയൻ മെത്രോളജി ഉപയോഗിച്ചുകൊണ്ട് മലബാറിൻ്റെ സാമ്പത്തിക ഘടനയിലുണ്ടായ അസ്വസ്ഥതകൾ എങ്ങനെ കലാപത്തിലേക്ക് നയിച്ചു. അതിന് തൊട്ടു മുമ്പ് ഡോക്ടർ KKN കുറുപ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ലോഗന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പഠനങ്ങൾ, ഇതൊന്നും കുമാരനാശാൻ കണ്ടിട്ടില്ല. അദ്ദേഹം പറയുന്നത്, എന്നെ സംബന്ധിച്ച് ഞാൻ അറിഞ്ഞിട്ടുള്ള വാസ്തവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ദുരവസ്ഥയിൽ ചില പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ പദപ്രയോഗങ്ങൾ ലഹളയിൽ പങ്കെടുത്തവരുടെ പ്രവൃത്തികളെയും അതിനെ മാത്രം കുറിക്കുന്നതാകയാൽ ദുരവസ്ഥ ദൂരസ്ഥമായ മതത്തെയോ സമുദായത്തെയോ അതുകൾ വിവക്ഷിക്കുന്നില്ല. ഇത് വളരെ വ്യക്തമാണ്. എൻ്റേത് ഒരു മതവിരുദ്ധമായിട്ടുള്ള കൃതിയല്ല. അത് മുസ്ലിം മതത്തെ, ഇസ്ലാം മതത്തെ ആക്ഷേപിക്കുന്ന കൃതിയല്ല. അത് മുഹമ്മദ മതത്തെ ആക്ഷേപിക്കുന്ന കൃതിയല്ല. അത് ദൂരസ്ഥമായ മതത്തെയോ സമുദായത്തെയോ അത് വിവക്ഷിക്കുന്നില്ല. മറിച്ച് ആ അക്രമത്തിൽ പങ്കെടുത്ത മുഹമ്മദ മതത്തിൽപ്പെട്ട മുസ്ലിമീങ്ങളായിട്ടുള്ള അക്രമകാരികളെ മാത്രമേ എൻ്റെ കൃതി സ്പർശിക്കുന്നുള്ളൂ. ഇത് കുറെ കൂടി വിശദമായി പറയാമെങ്കിൽ ആശാന്റെ മരണശേഷം പുറത്തു വന്ന മതപരിവർത്തന രസവാദത്തിൽ അദ്ദേഹം CV കുഞ്ഞിരാമനോട് ഉന്നയിക്കുന്ന ചോദ്യം, ഈഴവ ജനവിഭാഗങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ജാതീയവും മതപരവുമായിട്ടുള്ള ചൂഷണത്തിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് പുറത്തു വരാൻ ദേശാഭിമാനി TK മാധവൻ, കുഞ്ഞിരാമൻ അടക്കമുള്ളവർ ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് 1892 ചേർത്തല താലൂക്കിൽ നടന്ന മതഖണ്ഡന വെങ്കിടഗിരി സ്വാമികളുടെ നേതൃത്വത്തിലുണ്ടായ ശൗണ്ഡിക ധർമ്മപരിപാലനത്തെക്കുറിച്ചൊന്നും ആശാൻ സംസാരിക്കുന്നില്ല. അക്കാലത്ത് ശൗണ്ഡിക ധർമ്മത്തിലേക്ക് ഈഴവർ മാറണം, ട്രാൻസ്ഫോം ചെയ്യണമെന്ന് പറയുന്ന ചർച്ചയെക്കുറിച്ചൊന്നും പറയുന്നില്ല. ചിലർ ബുദ്ധമതത്തിലേക്ക് മാറണമെന്ന് പറയുന്നു, ചിലർ ക്രിസ്തു മതത്തിലേക്ക് മാറണമെന്ന് പറയുന്നു, ചിലർ ഇസ്ലാം മതത്തിലേക്ക് മാറണമെന്ന് പറയുന്നു. CV കുഞ്ഞിരാമൻ ഇസ്ലാം മതത്തിലേക്ക് മാറണമെന്ന് പറയുന്നു. മിസ്റ്റർ മിതവാദി കൃഷ്ണൻ, താങ്കൾ ബുദ്ധമതത്തിലേക്ക് മാറണമെന്ന് പറയുന്നു. എൻ്റെ കൃതികൾ ബുദ്ധമത പ്രചോദനാത്മകങ്ങളാണെന്ന് താങ്കൾ വാദിക്കുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, മതത്തെപ്പറ്റി പറയുമ്പോൾ ഒരുമിച്ച് നിന്ന് സാഹോദര്യത്തോടുകൂടി തങ്ങളെ തകർക്കാൻ വരുന്നവരെ ഇടിച്ചു തകർക്കുന്ന ഇസ്ലാം മതത്തിൻ്റെ ഹസ്തത്തോടല്ലേ? അങ്ങനെയെങ്കിൽ നാം ചെന്നു ചേരേണ്ടത് സാഹോദര്യത്തിന് പേരുകേട്ട മതം അതുതന്നെയല്ലേ എന്ന് കുമാരനാശാൻ മതപരിവർത്തന രസവാദത്തിൽ ചോദിക്കുന്നുണ്ട്. ഇസ്ലാം മതത്തോട് വിരോധമുള്ളയാളാണ് കുമാരനാശാനെങ്കിൽ മതപരിവർത്തന രസവാദത്തിൽ അദ്ദേഹം എങ്ങനെ ഇങ്ങനെ ഒരു വാക്യം ഉറപ്പിച്ചെഴുതുമെന്നുള്ളതിന് ആശാന്റെ ഈ വരികൾ തന്നെയാണ് സൂചന. അതുകൊണ്ട് ശാന്തമായ മനസ്ഥിതിയോടുകൂടി നിങ്ങൾ പുസ്തകം ദയവു ചെയ്ത് ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ വാസ്തവം നിങ്ങൾക്ക് ബോധ്യമാവുന്നതാണ്. പുരോഗമന കലാസാഹിത്യ സംഘം ശാന്തമായ മനസ്ഥിതിയോടുകൂടിയാണ് ദുരവസ്ഥയെ വായിക്കുന്നത്. അപ്പോൾ ആരാണ് അശാന്തമായ മനസ്ഥിതിയോടുകൂടി ദുരവസ്ഥയെ വായിക്കുന്നത്? ഈ വായന ദുരവസ്ഥ പുറപ്പെട്ട കാലത്ത് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചൊരു പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഹിന്ദുത്വം ഉറപ്പിച്ച കുമാരനാശാൻ എന്നുള്ളതാണ്. മിസ്റ്റർ രാമചന്ദ്രൻ എഴുതിയ പുസ്തകമാണ് ഹിന്ദുത്വം ഉറപ്പിച്ച. ഹിന്ദു മതം ഉറപ്പിച്ചതെന്നല്ല, ഹിന്ദുത്വം. ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ 1921 തന്നെ പുറത്തു വന്ന സവർക്കറുടെ ഹിന്ദുത്വ എന്ന പുസ്തകത്തെ ഉറപ്പിച്ച കുമാരനാശാൻ എന്ന കൃതിയിൽ പറഞ്ഞു നിർത്തുന്ന വാക്യങ്ങൾ ഇങ്ങനെയാണ്. 1936 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശനം അധസ്ഥിതർക്കും നൽകി. 36 എന്ന് മാത്രമല്ല, ഭരണകൂടം സാമ്പത്തിക സഹായം നൽകി ഹിന്ദു മഹാസഭയെ വളർത്തി. ഇതൊക്കെ സത്യത്തിൽ തിരുവനന്തപുരം ഏറ്റെടുക്കേണ്ട സ്റ്റേറ്റ്മെന്റുകളാണ്. ഹിന്ദു മഹാസഭയെ തിരുവിതാംകൂർ രാജകൊട്ടാരം പണം കൊടുത്തു വളർത്തി, ക്ഷേത്രപ്രവേശന വിളംബരം നടത്തി. അവരുടെ പരിശ്രമത്താൽ, ഈ ഹിന്ദു മഹാസഭയുടെ പരിശ്രമത്താൽ 80,000-ഓളം മതം മാറിയ കീഴ്ജാതിക്കാരെ ഹിന്ദുമതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ഈഴവരെ ഹിന്ദുമതത്തിൽ പിടിച്ചു നിർത്തിയ സർഗാത്മക ശക്തിയായിരുന്നു ആശാൻ. ഇത് കേട്ടാൽ ആശാൻ ഒരൊറ്റ ജോലി മാത്രമേ ഉണ്ടായിരുന്നു, ഹിന്ദു മഹാസഭയ്ക്ക് ആളെ കൂട്ടിക്കൊടുക്കുക, ക്ഷേത്രപ്രവേശന വിളംബരത്തിനു വേണ്ടി രാജകൊട്ടാരം നടത്തുന്ന രഹസ്യാത്മകമായ പ്രവർത്തനങ്ങൾക്ക് മിനിറ്റ്സ് എഴുതി കൊടുക്കുക എന്നുള്ളതാണ് കുമാരനാശാന്റെ പ്രവർത്തനമെന്ന് നമുക്ക് തോന്നും. 1924
ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള വൈക്കം ക്ഷേത്ര നടയ്ക്ക് മുറ്റത്തെ സമരം നടക്കുന്നുണ്ടല്ലോ. ആ ക്ഷേത്ര നടയ്ക്കലെ പാതയിലൂടെ നടക്കാനുള്ള സമരമാണ് നടക്കുന്നത്. ആ സമരത്തിൽ മുന്നിട്ട് നിന്ന ഏറ്റവും ധൈഷണികനായ വ്യക്തിത്വം, ധൈഷണികൻ എന്ന് തന്നെ പറയണം, ഇൻ്റലക്ച്വൽ പേഴ്സണാലിറ്റി ആയിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുവിൻ്റെ നിലപാടിനെ അല്പമൊന്ന് തിരുത്തിക്കാൻ വേണ്ടി ഒരു പണ്ഡിതൻ ശിവഗിരിയിൽ വന്നു. ശിവഗിരിയിൽ വന്നപ്പോൾ ഗുരുവിനോട് പറഞ്ഞു, നമ്മുടെ ഈ സമരം നടക്കലൂടെ നടക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞാൽ സാലോക്യം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഗുരു ചോദിച്ചത്, സാലോക്യം ലഭ്യമായി കഴിഞ്ഞാൽ പിന്നെ സായുജ്യത്തിന് എന്തേ താമസം എന്താണ് എന്ന് പറഞ്ഞാൽ, നടക്കലൂടെ പഴത്തൊലി തരുന്ന പരിപാടിയല്ല വേണ്ടത്. നടക്കലും കഴിഞ്ഞ് മതിലും കഴിഞ്ഞ് അകത്തു കയറി ഭഗവാനെ തൊടുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമായി ഇതിനെ വികസിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് ശ്രീനാരായണ ഗുരുദേവൻ ചോദിച്ചത്. ആ ചോദ്യത്തിൻ്റെ രാഷ്ട്രീയത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് കുമാരനാശാൻ തൻ്റെ കൃതിയിൽ മതത്തെ ഉപയോഗിച്ചത് എന്നും ആ മതസങ്കല്പത്തിൻ്റെ തന്നെ സൗന്ദര്യാത്മകമായ വിലക്ഷണതയാണ് നാം ദുരവസ്ഥയിൽ കാണുന്നത് എന്നും നമുക്ക് അറിയാൻ പറ്റും. അത് ദുരവസ്ഥയിലെ മാഹമ്മദ വീക്ഷണമാണെങ്കിൽ അത് അവിടെ നിൽക്കട്ടെ. അത് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ സാവിത്രി ചാത്തനോട് പറയുന്ന ഭാഷയുണ്ടല്ലോ, നീ തന്നെനിക്കായൊരു തുണ്ടുപായിങ് ഞാൻ വന്ന നാൾ നീ എന്നെ സൽക്കരിച്ചു. ആകെ ഒരു തുണ്ടുപാ മാത്രമേ ഉള്ളൂ. പഴയൊരു സെൻ കഥയിൽ കള്ളൻ മുനിയുടെ വീട്ടിൽ കയറിയപ്പോൾ കള്ളനൊന്നും കിട്ടിയില്ല. മുനി തിരിച്ചു വരുമ്പോൾ കള്ളൻ ഒന്നും കിട്ടാതെ തള്ളയ്ക്ക് വിളിച്ചുകൊണ്ട് തിരിച്ചിറങ്ങി പോവുകയാണ്. അപ്പം നമുക്ക് വിളിക്കാമല്ലോ, കാരണം അത് പരസ്യമായി തെറി വിളിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കൊക്കെ മാറിയ കേരളമായതുകൊണ്ട് കള്ളൻ വിളിച്ച കാര്യമൊക്കെ നമുക്ക് പരസ്യമായി വിളിച്ചു പറയാം. അപ്പോൾ മുനി അവിടെ നിന്നിട്ട് ഒന്നും കിട്ടിയില്ലല്ലേ, ഒന്നുമില്ലായിരുന്നല്ലേ കുടിലിൽ. എന്നിട്ട് മുനി പറയുന്ന ഡയലോഗുണ്ട്, മോനെ നിനക്ക് ഇക്കാണുന്ന അമ്പിളിമാമനെ പിടിച്ചു തരണമെന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ സാധ്യമല്ല, എനിക്ക് പറ്റത്തില്ല. അത് യുക്തിപരമായ ബോധമാണ്. ഇങ്ങനെയൊക്കെ മുനിമാർ ചിന്തിച്ചിരുന്നൊരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. അമ്പിളിയമ്മാവനെ പിടിക്കാൻ പറ്റില്ല എന്ന് മുനിമാർക്ക് തലച്ചോറിൽ ആൾതാമസം ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. ആ കാലത്തെക്കുറിച്ചായി പറയണേ. ആ മുനി പറയുകയാണ്, പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് ആകെ പറ്റുന്നത് ഈ മുഷിഞ്ഞ എൻ്റെ ഓവർകോട്ട് മാത്രമാണ്. ഈ ഓവർകോട്ട് ഞാൻ നിനക്ക് ഊരിത്തരാം, കൊടും തണുപ്പാണ്. ആ കള്ളൻ തിരുത്തിപ്പോയി എന്നുള്ളതാണ് സെൻ കഥയിലെ രാഷ്ട്രീയം. ഈ ഓവർകോട്ട് പോലെ ചാത്തൻ്റെ കുടിലിൽ കൊടുക്കാൻ പറ്റിയ കീറപ്പായ മാത്രമേ ഉള്ളൂ. തന്നെനിക്കായൊരു തുണ്ടുപായിങ് ഞാൻ വന്ന നാൾ നീ എന്നെ സൽക്കരിച്ചു. അതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ നിലപാട് പറയുകയാണ്. ഇന്നതിൻ പാതിയിൽ നിന്നെ ക്ഷണിക്കുന്നേൻ, വന്നേൽക്കണേ എന്നെളിയ ദാനം. ഇവൻ്റെ ദാനത്തിൻ്റെ പായി കിടന്നുണ്ടായി പറയണേ, പായുടെ പകുതി ഞാൻ നിനക്ക് തരാമെന്ന്. പഴയ ഒട്ടകത്തിൻ്റെ കഥ പോലെ. പക്ഷെ സാവിത്രി പറയുക, ആശാൻ എഴുതി, ഇതൊക്കെ കടുത്ത ആക്ഷേപമാണ് കേട്ടോ. തീയും വലം വെച്ചവനെ നയിച്ചുതൻ പായിൽ ശയിപ്പിച്ചുതാൻ ശയിച്ചാൾ. ആശാൻ ഹിന്ദുത്വത്തെ ഉറപ്പിച്ചെങ്കിൽ ഈ ശയനത്തെ ഉറപ്പിച്ചു എന്നല്ലേ അർത്ഥം. ഈ പ്രതിലോമ വിവാഹ സങ്കല്പത്തെ ഉറപ്പിച്ചു എന്നല്ലേ അർത്ഥം. അത് നടപ്പിലാക്കാൻ കഴിയുന്നുണ്ടോ? അത് കഴിയുന്നില്ല. ഇപ്പോഴും വണ്ടി പഴയ ഇന്ധനം വിട്ട് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയാം, ആശാൻ ഉറപ്പിച്ചു, ആശാൻ ഹിന്ദുത്വത്തെ ഉറപ്പിച്ചു. സത്യത്തിൽ ഈ രാഷ്ട്രീയം എന്താണെന്നുള്ളത് ദുരവസ്ഥയിൽ പൂക്കളുടെ ഉപമയിലൂടെ ആശാൻ പറയും. തമ്മിൽ കലർന്നാൽ ഗുണമേറും പൂക്കളെ സമ്മേളിപ്പിപ്പിൻ സരസമായി. സാവിത്രി ഒരു പൂവാണ്, ചാത്തനൊരു പൂവാണ്. തമ്മിൽ കലർന്നാൽ പുനർജനിയുടെ പുതിയ രാഷ്ട്രീയം രൂപപ്പെടുത്തുന്ന പൂക്കളെ നിങ്ങൾ ഒരുമിപ്പിക്കും. ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മത്തിൽ സ്ത്രീ പുംസയോർമിതോ രാഗാദ് ഗ്രാമ്യധർമ്മേ യതി പ്രജ ജായതേ ജാതിരനയോ രേഖാന്യ മോഹകൽപ്പിത. ജാതി മോഹകൽപ്പിതമാണ്. പരസ്പരം പുണരുമ്പോൾ മനുഷ്യ സന്താനമുണ്ടാകുന്നവർ പുണർന്നു പെറുമെല്ലാം ഒരിനം, ഒറ്റ സ്പീഷീസ് എന്ന് പറയുന്ന ആധുനിക മാനവിക സങ്കല്പത്തെ ദുരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് ഒരു പുതിയ സാമൂഹിക കൽപ്പനയെ ആശാൻ വികസിപ്പിക്കുകയായിരുന്നു. ഇതൊന്നും കാണാൻ കഴിയാതെ ഇപ്പോഴും അത് മതവിരുദ്ധ കൃതിയാണ്, അത് വർഗീയ കൃതിയാണ്, അതിൽ മാഹമ്മദ വിമർശനം മാത്രമേയുള്ളൂ, അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യയശാസ്ത്ര ധാരണയെ ഉറപ്പിക്കുന്നതാണെന്ന് പറയുന്നത് കുമാരനാശാൻ്റെ ആ വിലക്ഷണതയുടെ മേൽ ബ്രഷ് കൊണ്ട് കോമാളിത്തരം കാണിക്കലാണ് എന്നുള്ളതാണ് മുഖ്യമായ കാര്യം. ഇതിപ്പോൾ 924 ഈ കൃതിയിൽ സത്യവാൻ സാവിത്രിയുടെ കഥ പറഞ്ഞു കൊടുക്കും.
ചാത്തന് പല കാര്യങ്ങളെ പറ്റിയിട്ടും ഒരു ധാരണയില്ല. അവൾ ചോദിക്കും, സത്യവാൻ സാവിത്രിയുടെ കഥ നീ കേട്ടിട്ടുണ്ടോ? പുരാണമാണ്. അപ്പം പറയും, ഇല്ല ഞാൻ കേട്ടിട്ടില്ല. ഇല്ല കേട്ടിട്ടില്ല, ഇല്ല ഞാൻ കേട്ടിട്ടില്ല. അത്ഭുതമാണ്. ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലോ, വീട്ടിലിരുന്ന് കഥ കേട്ടോണ്ടിരുന്നാൽ മതി. ചാത്തൻ അതല്ല പരിപാടി. അന്തിക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ വെയിൽ കൊള്ളാൻ പോകണം. അപ്പം സാവിത്രി കേട്ട കഥയിലൊന്ന് പറഞ്ഞു കൊടുക്കും. സത്യവാൻ സാവിത്രി, സത്യവാനെ നഷ്ടപ്പെട്ടു. യമൻ സത്യവാനെയും ചുമന്നു പോകുമ്പോൾ സാവിത്രി തൻ്റെ ചാരിത്രത്തിൻ്റെ ബലം കൊണ്ട് സത്യവാനെ തിരിച്ചു പിടിച്ച കഥ പറഞ്ഞു കൊടുക്കും. യമരാജാവ് കാലരൂപനായി പോത്തിനുമേൽ കയറും പിടിച്ചു നിൽക്കുന്ന രാഷ്ട്രീയ സന്ദർഭത്തെ സാവിത്രി ചാത്തന് പറഞ്ഞു കൊടുക്കുമ്പോൾ ചാത്തൻ്റെ കണ്ണുരുണ്ടുവോ ഉരുണ്ടില്ലെന്നൊന്നും എനിക്കറിയില്ലെങ്കിലും ഈ കൃതി എഴുതി 3 കൊല്ലം കഴിയുമ്പോൾ 924 മാർച്ച് മാസം ആദ്യത്തെ ആഴ്ചകളിൽ 2 ദിവസത്തിൽ ആദ്യത്തെ ദിവസം ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ മുറ്റത്ത് ഇതുപോലെ വിരിച്ചിട്ടൊരു വലിയ പന്തലിൻ്റെ മധ്യത്തിൽ ശ്രീനാരായണ ഗുരുവിനെ ഇരുത്തിക്കൊണ്ട് നടത്തിയൊരു സ്വാഗത പ്രസംഗം നടത്തിയ സ്വാമീൻ്റെ പേര് സത്യവ്രത സ്വാമികളെന്നാണ്. ആ സത്യവ്രത സ്വാമിയുടെ സ്വാഗത പ്രസംഗം വെച്ച് മാത്രം ഒരു സെമിനാർ നടത്തേണ്ടതാണ്. അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപൂർണമായ ഒരു കാര്യവും ഇന്ത്യയെ സംബന്ധിച്ച് ഒരിക്കലും നടക്കാത്തൊരു സമ്മേളനവുമാണെന്ന് 924 സത്യവ്രത സ്വാമി പറഞ്ഞ കാര്യം ഇന്ന് കൂടുതൽ രാഷ്ട്രീയമായി യാഥാർത്ഥ്യമായി. ഇന്നും കേരളത്തിൽ മാത്രമേ അത് നടക്കൂ എന്നുള്ളത് ശ്രീനാരായണ ഗുരുവിനെ ഇരുത്തിയിട്ട് പറയുക. അതിങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ സ്വാമി യമധർമ്മനെ പിടിക്കും. മതങ്ങളുടെ സാരം ഏകമാണെന്ന് പറഞ്ഞ മുനി ഇതാ ഇവിടെ ഇരിക്കുന്നു. ഈ മുനി പറഞ്ഞ കാര്യത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് പുരാണങ്ങളെ പരിശോധിക്കാം. പുരാണങ്ങളിൽ യമ കൽപ്പന ഉണ്ട്. യമൻ ആരാണ്? മോൻ. യമൻ സൂര്യൻ്റെ മകൻ. സൂര്യൻ എന്ന കാലസങ്കല്പത്തിൻ്റെ പുത്രനായ യമഭഗവാനെ പറ്റി ഭാരതം ചിന്തിക്കുന്നത് പോലെ ഗ്രീക്കുകാരുടെ അസീറിയക്കാരുടെ മിത്തിൽ സൂര്യൻ്റെ പത്നിയായ ഛായയുടെ പുത്രനായ ശനി യമന്റെ ധർമ്മം നിർവഹിക്കുന്നു എന്ന് പറയുന്ന സങ്കല്പത്തിൽ പുരാണത്തെ യുക്തിപരമായി താർക്കികമായി ചിന്തിച്ചെടുക്കുന്ന യുക്തി വച്ചാണെങ്കിൽ ദുരവസ്ഥയിലെ യമനെ സർവമത സമ്മേളനത്തിൻ്റെ സ്വാഗത പ്രസംഗം വെച്ച് വായിക്കാൻ പറ്റും എന്നുള്ളത് ഒരു മുഖ്യമായ കാര്യമാണ്. മതം എന്നത് യുക്തിപരമല്ലാത്തത് കൊണ്ട് എല്ലാ മതങ്ങളും ഒന്നാണെന്ന് സ്ഥാപിക്കാൻ നമുക്ക് ശാസ്ത്രീയമായ യുക്തികൾ കിട്ടുകയില്ല എന്ന് സർവമത സമ്മേളനം നമ്മളെ പഠിപ്പിച്ചു. ഇതറിയാമായിരുന്ന ഗുരു മതത്തെ താർക്കികമായി സമന്വയിപ്പിക്കുന്നതിനല്ല ശ്രമിച്ചത്. നിങ്ങൾ തർക്കിക്കൂ, തർക്കത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രബലമായ ഒരു വാദത്തെ നമുക്ക് സ്വീകരിക്കാമെന്നുള്ളതല്ല സർവമത സമ്മേളനത്തിൻ്റെ ന്യായം. ആ സമ്മേളനം പറഞ്ഞത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്ര സമീപനമാണ് സർവമത സമ്മേളനത്തിൻ്റെ ജലം. ആകയാൽ ഈ പ്രക്രിയയെ കൊഹറൻസ് തിയറി ഓഫ് ദ ട്രൂത്ത് എന്ന് നമ്മൾ വിളിക്കും. സത്യത്തെക്കുറിച്ചിട്ടുള്ള തത്വചിന്താപരമായിട്ടുള്ള സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ഈ സമന്വയ സിദ്ധാന്തം സത്യത്തെക്കുറിച്ചിട്ടുള്ള മറ്റൊരു സിദ്ധാന്തമായ കറസ്പോണ്ടൻസ് തിയറിയിൽ നിന്ന് വ്യത്യസ്തമാണ്. വാസ്തവവും സത്യവും തമ്മിലുള്ള ഏകശിലാമയമായ ബന്ധത്തെ ആര് നിശ്ചയിക്കുന്നു? ആരോ നിശ്ചയിക്കുന്നു എന്ന് പറയുന്ന കറസ്പോണ്ടൻസ് തിയറിയുടെ വളർച്ചയാണ് സത്യാനന്തരത, പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത്. അതല്ല നാം സ്വീകരിക്കേണ്ടത്. മറിച്ച് ഒരു സമന്വയ സിദ്ധാന്തം, കൊഹറൻസ് തിയറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നതിനെ തൻ്റെ കവിതയിൽ ഉപയോഗിച്ച ഏറ്റവും വലിയ കവികളിൽ ഒരാളാണ് കുമാരനാശാൻ. ഒരുപക്ഷെ സർവമത സമ്മേളനത്തിൻ്റെ പൊളിറ്റിക്സും അതുതന്നെയായിരുന്നു. ആ സമ്മേളനത്തിൻ്റെ ഘട്ടത്തിൽ കുമാരനാശാൻ ഇല്ല. ആ സമ്മേളനം നടക്കുന്നതിന് 1.5 മാസം മുമ്പ് ജനുവരി 17-ാം തീയതി രാവിലെ 5 മണിക്ക് തലേ ദിവസം പുറപ്പെട്ട റെഡീമർ പല്ലനയിൽ മുങ്ങിപ്പോയപ്പോൾ, തലകിഴുക്കാമ്പാട് മുങ്ങിപ്പോയപ്പോൾ അതിൻ്റെ ഏറ്റവും അടിയിലെ ക്യാബിനിൽ പൂട്ടിപ്പോയ ആ റൂമിൽ ശ്വാസത്തിന് വേണ്ടി പിടച്ച് ലോകത്തിലെ ഏറ്റവും വലിയ നീന്തൽ വിദഗ്ധനായ ആ കവി ശ്വാസത്തിൻ്റെ അവസാന കുമിളയെ പൊട്ടിക്കാൻ തൻ്റെ ക്യാബിൽ തുറക്കാൻ വേണ്ടിയിട്ടുള്ള അസ്വസ്ഥതയോടുകൂടി ഇരിക്കുകയായിരുന്നെങ്കിൽ ആ കവി സർവമത സമ്മേളനത്തിൻ്റെ കൊഹറൻസ് തിയറിയെ തൻ്റെ കവിതയിൽ അതിനു മുൻപേ ആവിഷ്കരിച്ച ഒരാളാണ്. ഇത് തിരിച്ചറിഞ്ഞ കേസരി പറഞ്ഞിട്ടുണ്ട്, ആശാനിൽ വ്യക്തിപരമായ ചായ്വ് ആദി ഹീനയാന മതത്തോടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ബുദ്ധൻ്റെ ചരിതത്തെ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹം നളിനിയിൽ ഒരു ബുദ്ധസങ്കല്പത്തെ കൊണ്ടുവന്നത്. വീണപൂവിലെ ശാന്തി മന്ത്രം ബുദ്ധസങ്കല്പമാകുന്നു. ലീലയിൽ നമുക്ക് ബുദ്ധദർശനത്തെ കാണാൻ പറ്റും. ഈ പ്രകടമായ രാഷ്ട്രീയം ചണ്ഡാല ഭിക്ഷുകിയിലും കരുണയിലും അതിൻ്റെ ഏറ്റവും വലിയ
ആവിഷ്കാര സത്യമായി മുന്നിഞ്ഞു നിൽക്കുന്നു. ഒരുപക്ഷെ കുമാരനാശാൻ ജീവിച്ചിരുന്നിരുന്നെങ്കിൽ ബുദ്ധനെക്കുറിച്ച് ഇതിലും വലിയ ഒരു കൃതി അതിനുശേഷം അദ്ദേഹം രചിക്കുമായിരുന്നു എന്ന് വേണമെങ്കിൽ കേസരിയുടെ ഈ വിഭാവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ രാഷ്ട്രീയം വൈദികതയിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യക്ഷത്തിലും അനുമാനത്തിലും വിശ്വാസമർപ്പിച്ച ബുദ്ധമതത്തെ സമന്വയിപ്പിച്ച കുമാരനാശാന്റെ തത്വചിന്തയാണ്. എന്നിട്ടും എന്തേ, കേസരി പറയാ, എന്നിട്ടും എന്തേ ഈ കുമാരനാശാൻ ഹിന്ദു മതത്തിന് വേണ്ടിയിട്ട് മതപരിവർത്തന രസവാദത്തിൽ വാദിച്ചു? കേസരി അനുമാനിക്കുന്നത് മറ്റൊന്നുമല്ല, SNDP പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ആയിരുന്നു കൊണ്ട് എങ്ങനെ കുമാരനാശാന് സാമുദായിക ചിന്താഗതിയിൽ വേറൊരു മതത്തിനു വേണ്ടി വാദിക്കാൻ പറ്റുമെന്ന് കേസരി സംശയം പ്രചരിപ്പിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ കുമാരനാശാന് ആദിഹീനയാന മതത്തോടുണ്ടായിരുന്ന ഈ പ്രിയം അദ്ദേഹത്തിൻ്റെ കവിതയിൽ ബുദ്ധദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തമായ അപോഹ സിദ്ധാന്തത്തെ കൊണ്ടുവന്നു. ഞാൻ എൻ്റെ പ്രബന്ധത്തെ വളരെ വേഗതയിൽ തന്നെ ചുരുക്കാം. അടുത്ത പ്രബന്ധം ഇവിടെ അവതരിപ്പിക്കാനുണ്ട്. ഇത് മാത്രം ഒന്ന് സൂക്ഷ്മമായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ബുദ്ധദർശനത്തിൽ അപോഹ സിദ്ധാന്തം എങ്ങനെ പ്രവർത്തിക്കും? നയാദി നജതത്രാസീദ് അസ്തി പശ്ചാത്ന ചാംശവത് ജഹാദി പൂർവം നാധാരം മഹോ വ്യസന സന്തതി. ഉദാഹരണം മറ്റൊന്നുമല്ല, ഖടത്വം എന്ന് വൈദിക മതം പറയും, അല്ലെങ്കിൽ നൈയാമികന്മാർ ഖടത്വത്തെക്കുറിച്ച് പറയും. ഇത് കുടമാകുന്നു, ഈ കുടത്തിൻ്റെ ഗുണമാകുന്നു കുടത്വം. അപ്പോൾ നൈയാമികരോട് ബുദ്ധൻ ചോദിക്കും, ഈ കുടത്വം തന്നെയാണോ മറ്റേ കുടത്വം? ഈ കുടം ഇപ്പുറത്തുണ്ടല്ലോ, അപ്പം കുടത്വമാണോ ഈ കുടത്വം? അപ്പോൾ പറയും ഇതെല്ലാം ഒരേ കുടത്വം തന്നെ, പക്ഷെ ഇതാണ് കുടത്വം. അപ്പോൾ ഈ കുടത്വം അല്ല, ഇതും കുടം അതും കുടമല്ലേ? നിങ്ങൾ പറയുന്നത് ഈ കുടത്തിനൊരു സവിശേഷതയുണ്ട്, ഈ കുടത്തിന് സവിശേഷതയുണ്ട്. ബുദ്ധൻ തിരിച്ചു ചോദിക്കണം, അപ്പോൾ ഈ കുടത്തിലുള്ള സവിശേഷതയാണോ ആ കുടത്തിലുള്ളത്? അപ്പോൾ ആ സവിശേഷതയൊക്കെ ഒന്നും തന്നെ, പക്ഷെ ഇതിൻ്റെ കുടത്വമാണ് കുടത്വം. ബുദ്ധൻ പറയും തെറ്റ്, കുടത്തിനെല്ലാം ചേർന്ന് കുടത്വം, അതാണ് കുടത്തെ മരത്തിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്നത്. അപോഹം, ഭേദം എന്നർത്ഥം. ഇതെന്താ ഈ കുടത്തിന് മാത്രം കുടത്വം എന്ന് പറഞ്ഞാൽ, ജാതി സമ്പ്രദായത്തിനകത്തെ നൈയാമിക തത്വചിന്ത ഇതാണ്. ഇന്നയാൾ ഒരു ജാതി, അപ്പോൾ ചോദിക്കുകയാണ് ഇന്നയാളൊരു ജാതിയാണെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ നിന്ന് അയാളെ വ്യത്യാസപ്പെടുന്നത് എന്ത്? അപ്പോൾ ഇത് ഈഴവനാണെങ്കിൽ അതും ഈഴവൻ, മറ്റതും ഈഴവൻ, അത് ഈഴവൻ. ഈഴവന്മാരല്ല ഈഴവന്മാർ, അത് ഈഴത്വം. അപ്പോൾ ഒരാൾക്കുള്ള ഈഴത്വം അത് ജാതി സമ്പ്രദായം. അപ്പം നായരിൽ നിന്നുള്ള വ്യത്യാസം അത് നായർത്വം. അത് രണ്ട് വ്യത്യാസം. ബുദ്ധൻ പറയും തെറ്റ്, ഇതെല്ലാം ചേർന്ന് മനുഷ്യത്വം, കുടത്വം. മനുഷ്യർ വ്യത്യാസപ്പെടുന്നത് ഒരൊറ്റ പ്രക്രിയയിൽ നിന്ന് മാത്രമേ ഉള്ളൂ, മനുഷ്യർ അല്ലാത്തതിൽ നിന്ന്. ഇതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞ മനുഷ്യാണാം മനുഷ്യത്വം. മാതങ്കി വെള്ളം കൊടുക്കാൻ നേരത്ത് പേടിച്ചു, അയ്യോ ജാതി അങ്ങ് ആരോടാണ് ഈ വെള്ളം ചോദിക്കുന്നത്? അപ്പോൾ പറഞ്ഞു ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി. മാതങ്കിയുടെ തലയിൽ കിടന്ന സാധനം ഖടത്വം, നൈയാമികന്റെ തത്വചിന്ത. ഞാൻ ഏത് ജാതി? ചാമരജാതി. അങ്ങേത് ജാതി? സവർണജാതി. അദ്ദേഹം തിരുത്തിക്കൊടുത്തു, അല്ല നാമെല്ലാം ഒരു ജാതി. വെള്ളം തരുന്നു. ഈ വെള്ളം അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിന്നന്തരാത്മാവിൽ അർപ്പിക്കുന്ന ഭേദബുദ്ധിയെക്കുറിച്ച് നാമെല്ലാം മനുഷ്യർ. ജലത്തിൽ നിന്ന് നമുക്ക് വ്യത്യാസമുണ്ട്. ഓരോരോ തുള്ളി വെള്ളവും അന്തമറ്റ സുഹൃതഹാരങ്ങൾ അർപ്പിക്കുന്ന തെറാപ്യൂട്ടിക് സെൻസിനെ കുറിച്ച് പറഞ്ഞു മാതങ്കി. അപ്പോൾ മാതങ്കിക്ക് അവനോട് പ്രണയം തോന്നി. അവൻ പോയ കാലടിപ്പാടുകളെ ചുംബിച്ച് അവൻ്റെ ഇടത്തെത്തി. ഒരു ഉറുമ്പ് അതിൻ്റെ തേൻതുള്ളിയിലേക്ക് എത്തിച്ചേരുന്നത് പോലെ മാതങ്കി അവനിലേക്ക് എത്തിച്ചേർന്നു. പക്ഷെ ആ എത്തിച്ചേരൽ അവളെ ഒരു വലിയ സൂര്യൻ്റെ മുമ്പിൽ എത്തിച്ചു. മാതങ്കി കയറിയതോടുകൂടി, ചണ്ഡാലി കയറി സന്യാസത്തെ പിടിച്ചതോടുകൂടി നിയമവ്യവസ്ഥകൾ തെറ്റി, ജാതി സമ്പ്രദായങ്ങൾ തെറ്റി എന്ന് നാട്ടുകാർ പറഞ്ഞപ്പോൾ പ്രസേനജിത്ത് രാജാവ് നാട്ടുകാരുടെ ജിഹ്വയായി ബുദ്ധമുനിയുടെ മുന്നിൽ വന്നു നിന്നു. ബുദ്ധൻ പ്രസേനജിത്തിന്റെ കണ്ണിൽ തുറിച്ചു നോക്കി ചോദിച്ചു, എന്തു പറവു, എന്തോർപ്പു ജാതി ഹന്ത വിടംബനം രാജൻ. വല്ലിതന്നഗ്രത്തിൽ നിന്നോ ദ്വിജൻ ചൊല്ലുക മേഘത്തിൽ നിന്നോ, യാഗാഗ്നി പോലെ ശമിതൻ ഖണ്ഡ യോഗത്തിൽ നിന്നോ ജനിപ്പു. ഈ വരി എഴുതിയ കുമാരനാശാനെ കുറിച്ചിട്ടാണോ നിങ്ങൾ കേവലമായ വർഗീയവാദി എന്ന് പറയണത്? ഈ വരികൾ എഴുതിയ കുമാരനാശാനാണോ ഹിന്ദുത്വത്തെ ഉറപ്പിച്ച രാഷ്ട്രീയ കേവല ബുദ്ധിജീവിയാണെന്ന് പറയുന്നത്? മാനുഷികതയെക്കുറിച്ചിട്ടുള്ള വലിയ സമ്പ്രദായങ്ങളെ ബുദ്ധ ഭഗവാന്റെ ചുണ്ടിലൂടെ വിളിച്ചു പറഞ്ഞ കുമാരനാശാൻ. ജാതി രക്തത്തിലുണ്ടോ? നിങ്ങൾ പറയണ ജാതി രക്തത്തിലുണ്ടോ? അസ്ഥി മജ്ജ ഇതുകളിലുണ്ടോ രാജൻ 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 എന്ന് പ്രസേനജിത്ത് രാജാവിനെ തിരുത്തി. ആകയാൽ എല്ലാ കൃമികളും പോലെ ജനിച്ചില്ലാതാം മർത്യരെല്ലാം എന്ന അപോഹ തത്വത്തെ
കുമാരനാശാൻ ഉറക്കെ വിളിച്ച് പറയുകയുണ്ടായി. ഇത് സമുദായ പരിഷ്കാരത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു നിർദ്ദേശമായി ആശാൻ എങ്ങനെ വികസിപ്പിക്കുന്നു. ഇത് പറയുമ്പോൾ കുറെ കൂടി നമ്മളൊരു സങ്കീർണതാബോധത്തോടു കൂടി കുറെ കൂടി ടെക്നിക്കലായി വിഷയത്തെ സമീപിക്കണം. ഇത് കവിതയെ മുൻനിർത്തിയിട്ടുള്ള നിരീക്ഷണമാണല്ലോ. പക്ഷെ സമുദായ നേതാവ് എന്നുള്ള നിലയിൽ കുമാരനാശാൻ ഒരു അസ്തിത്വമുണ്ടല്ലോ. പ്രജാസഭയിലെ വർത്തമാനങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു അസ്തിത്വമുണ്ടല്ലോ. SNDP നേതാവ് എന്നുള്ള നിലയിൽ കുമാരനാശാൻ ഒരു അസ്തിത്വമുണ്ടല്ലോ. ഈ അസ്തിത്വത്തിന്റെ സ്വഭാവത്തെ രണ്ടു തരത്തിൽ നിർദ്ധാരണം ചെയ്യാൻ പറ്റും. അദ്ദേഹം സമുദായ പരിഷ്കാര തൽപരരായ യുവാക്കന്മാർ ശ്രദ്ധിപ്പാൻ എന്ന പേരിൽ 1917 വിവേകോദയത്തിൽ എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: നമ്മുടെ സമുദായത്തിൽ പരിഷ്കാരങ്ങൾ നടത്താൻ മറ്റു ചില സമുദായങ്ങളെ അപേക്ഷിച്ച് വളരെ എളുപ്പമാണ്. കാരണം ശ്രീനാരായണ ഗുരുസ്വാമികളുടെ സാന്നിധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് കാരണമാണ് സ്വാമി ഇതിൽ നിന്ന് ഓടിപ്പോയത് കേട്ടോ. ഇത് കാരണമാണ് 1916 സ്വാമി പറഞ്ഞ നമുക്ക് ജാതിയും മതവും ഇല്ല. സ്വാമി ഇതിനകത്തിരിക്കുമ്പോൾ ഇവരെല്ലാം പിടിച്ച് ഈഴവരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. സ്വാമി, നാം ഈഴവനല്ല, നാം ഹിന്ദുവല്ല, നമുക്ക് ജാതിയോ മതമോ ഇല്ല, നാം സാമാന്യതയുടെ മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആശാന് പോലും അത് മനസ്സിലായിട്ടില്ല. കാരണം സ്വാമി അകത്തിരിക്കുമ്പോൾ കുറച്ച് എളുപ്പമാണ്. ഇവിടെ അടിയും പിടിയൊന്നുമില്ല, ഇവിടെ മര്യാദയ്ക്കൊരു പ്രവർത്തനമുണ്ട്. ഇതൊരു അഭിമാനകരമായ പ്രവർത്തനമാണ്, സാമുദായിക ബോധമാണ്, ശരി തന്നെ, അതവിടെ നിൽക്കട്ടെ. പക്ഷെ പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കുമാരനാശാൻ പറയും അത് മാത്രമല്ല കേട്ടോ കാര്യം, വേറെയും കാരണങ്ങളുണ്ട്. നമ്മുടെ പുരോഹിത വർഗമെന്നുള്ളത് നമ്മെക്കാൾ ഉയർന്നതായി വിചാരിക്കുന്ന മറ്റു വർഗങ്ങളിൽ നിന്ന് വന്നവരല്ല. നമ്മുടെ പുരോഹിതരും നമ്മുടെ സാമൂഹിക സ്ഥിതിയിൽ നിന്നുള്ളവർ തന്നെയാണ്. ഇത് സർവമത സമ്മേളനത്തിൽ സത്യവ്രത സ്വാമി മെല്ലെ മെല്ലെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് പറയും, ഗന്ധകാമ്ലം കണ്ടുപിടിച്ചതാര്, സൾഫ്യൂരിക് ആസിഡ് കണ്ടുപിടിച്ചതാര്, ശാസ്ത്രജ്ഞർ. അതിനെ വിറ്റുകൊണ്ടിരിക്കുന്നതാര്, മൂലധനം കൈവശമുള്ള മുതലാളിമാർ. ക്യാപിറ്റൽ. സർവമത സമ്മേളനത്തിൽ ക്യാപിറ്റലിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷനാണ്. ഇതുപോലെ പ്രവാചകന്മാർ കണ്ടെത്തിയ, പ്രാചീന ഋഷിമാർ കണ്ടെത്തിയ വെളിച്ചത്തിൻ്റെ ധർമ്മസൂക്തങ്ങളെ പുരോഹിതന്മാർ വിറ്റുകൊണ്ടിരിക്കുന്നു. ഈ പുരോഹിതന്മാരെ സൂക്ഷിച്ചു കൊള്ളുക എന്ന പ്രമേയം സത്യവ്രത സ്വാമി ആ സ്വാഗത പ്രസംഗത്തിനിടയിൽ പറയുന്നുണ്ട്. ഈ പുരോഹിത വർഗങ്ങൾ നമ്മെ കീഴ്പ്പെടുത്തുന്ന പഴയ സമ്പ്രദായത്തെ നാം തകർത്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് മോചനത്തിന് മാർഗം രണ്ട്, വിദ്യ കൊണ്ടും ധനം കൊണ്ടും മോചിക്കുക എന്ന ആധുനിക ജനാധിപത്യ സമ്പ്രദായത്തെയാണ് കുമാരനാശാൻ വിളിച്ചു പറഞ്ഞത്. ആശാൻ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ SNDPക്കുള്ളിൽ നിന്ന് തന്നെ ആശാനോട് ഡിസന്റ് ഉണ്ടായി. TK മാധവൻ വ്യാപകമായ വിമർശനം അഴിച്ചുവിട്ടു. കുമാരനാശാൻ ഇംഗ്ലീഷ് പറയാൻ അറിയില്ല, ഇയാൾ പറയുന്ന ഇംഗ്ലീഷ് കേട്ടാൽ നമുക്ക് അറപ്പ് വരും, ഇയാൾ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇയാൾ ഇംപെർഫെക്റ്റ് ആണ്, ഇയാൾ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് അനുകൂലമല്ല എന്ന് പറഞ്ഞപ്പോൾ സമുദായ സ്നേഹി എന്ന പേരിൽ എഴുതിയ ആ ലേഖനത്തിന് മറുപടിയായി കുമാരനാശാൻ പറഞ്ഞു, ഞാൻ പ്രജാസഭയിൽ സംസാരിച്ച കാര്യത്തെ ഇവിടെ ഓർത്തു പറയാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. കാരണം എനിക്ക് അതിനുള്ള ഭാഷാ പ്രാവീണ്യമുണ്ട്, വിവക്ഷിച്ചതിനെ പറയാനുള്ള ഭാഷാ പ്രാവീണ്യം എനിക്കുണ്ട്. പക്ഷേ ഒരു സമുദായ നേതാവെന്നുള്ള നിലയിൽ എനിക്ക് അത്രത്തോളം കരുത്തുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പ്രജാസഭയിലെ കുമാരനാശാനെ അല്ല നിങ്ങൾ വിലയിരുത്തേണ്ടത്, കവിതയിലെ കുമാരനാശാൻ അത്രമേൽ ആത്മവിശ്വാസമുള്ള കുമാരനാശാനാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ കുമാരനാശാനെ ഗ്രാമവൃക്ഷത്തിലെ കുയിലിൽ തന്നെ ആക്ഷേപിച്ചവരെ കുറിച്ച് പറയുന്നതായി ആശാൻ പറയുന്ന, വേഷം മറച്ച് പലയിടത്തും അഹോ നടന്നി പാഷണ്ഡരീശഭയവും നയവും പെടാഞ്ഞോർ, രോഷം മുഴുത്തു വെറുതെ രുചി പോലെ നിന്നിൽ ദോഷം ചുമത്തി അപവാദ ശരങ്ങൾ ചൊൽവു എന്ന് ഗ്രാമവൃക്ഷത്തിലെ കുയിലിൽ തന്നെ വിമർശിച്ചവരെ അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട്. ഇയാൾ വേഷം മറച്ച് നടന്നുകൊണ്ട് എന്നെ പുലഭ്യം പറയുന്ന പാഷണ്ഡർ ഒരു നയവും ഭയവുമില്ലാതെ രോഷം മുഴുത്തു വെറുതെ എന്നെപ്പറ്റി അപവാദ ശരങ്ങൾ ചൊൽവു. ഇവൻ ശൃംഗാര ഗായകൻ, ഇവൻ ജഡൻ, ഇവൻ തുങ്കാഭിമാനി, ഇവൻ ശിഖരസ്ഥിതൻ, ഇവൻ വനത്തിൽ കയറി കാട്ടിനെ പോലെ നടക്കുന്നവൻ, കാട്ടുപ്രേമി, വീട്ടിൽ കയറ്റാൻ കൊല്ലാത്തവൻ, ഭൃംഗാഭപല്ലവ പടച്ചരൻ, അതിപാംസുലൻ എന്ന് എന്നെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഈ പരിഹസിക്കുന്നവരെ അടയാളപ്പെടുത്താൻ കുമാരനാശാൻ ഉപയോഗിച്ചിരുന്ന ടേംസ് ഉണ്ടല്ലോ, വേഷം മറച്ച പാഷണ്ഡർ, ഭയവും നയവും പെടാത്തോർ, രോഷം മുഴുത്തവർ എന്നുള്ളതിനെ താരതമ്യ മതസങ്കല്പം അനുസരിച്ച് പറഞ്ഞാൽ ന്യൂ സീഡ്സ് ഓഫ് കണ്ടംപ്ലേഷൻ എന്ന കൃതിയിൽ തോമസ് മെർട്ടൺ പറയുന്നത് മാതിരി ഇത് വ്യക്തിത്വത്തിലെ ഉന്നതമായ
ഏകീകരണമുള്ളവർക്ക് മാത്രം സാധ്യമാകുന്ന ഒരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പരിപക്വമായ ആത്മീയതയിൽ നിന്ന് മാത്രം രൂപപ്പെടുത്താൻ കഴിയുന്ന ഒരു വിമർശന സിദ്ധിയാണ്. വ്യക്തിത്വത്തിലെ ഉന്നതമായ ഏകീകരണമുള്ളത് കൊണ്ടാണ് ജ്ഞാനോദ്ദീപനത്തെ പ്രധാന ഗുണമായി സ്വീകരിച്ച ബുദ്ധമതത്തെ ആശാൻ ഇത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് പറയാം. ശരീരവും അതിൻ്റെ ഭാവവേഗങ്ങളും മനസ്സും അതിൻ്റെ യുക്തിചിന്തയും ദൈവത്താൽ പ്രകാശിതമായ അരൂപിത്വവും ഉൾച്ചേർന്ന് സമീകൃതമായ ജീവിതമുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ സങ്കല്പിക്കാൻ പറ്റൂ. അങ്ങനെ സങ്കല്പിച്ച രണ്ട് വ്യക്തികളിൽ ഒരാളാണ് ടാഗോർ, മറ്റൊരാൾ കുമാരനാശാൻ. ടാഗോർ അതുകൊണ്ട് ഗീതാഞ്ജലിയിൽ ഇങ്ങനെ ഒരു വഴി എഴുതും: മോചനം എന്നെ സംബന്ധിച്ചിടത്തോളം സർവസംഘ പരിത്യാഗത്തിലല്ല, സ്വാതന്ത്ര്യത്തിൻ്റെ ആലിംഗനം ഞാൻ ദർശിക്കുന്നത് ആനന്ദത്തിൻ്റെ 1000 ബന്ധങ്ങളിലാണ്. സന്യാസം മാറ്റിവെച്ചിട്ട് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ച കുമാരനാശാനോട് സദാശിവൻ ചോദ്യം ചെയ്ത സന്ദർഭത്തിൽ ആശാൻ പറഞ്ഞ വാക്യം ഇതാണ്: സ്വാതന്ത്ര്യത്തിൻ്റെ ആലിംഗനം ഞാൻ ദർശിക്കുന്നത് സർവസംഘ പരിത്യാഗത്തിലല്ല, ആനന്ദത്തിൻ്റെ 1000 ബന്ധങ്ങളിലാണ്. അങ്ങെനിക്ക് വേണ്ടി ഈ പൊൻചഷകത്തിൽ വൈവിധ്യമാർന്ന നിറങ്ങളും സുഗന്ധങ്ങളും നിറച്ചു വച്ചിരിക്കുന്നു. ആ ടാഗോറിനെ സ്വീകരിക്കാൻ തിരുവനന്തപുരം ഒരുങ്ങിയപ്പോൾ ആ ടാഗോറിനെ കുറിച്ചൊരു കവിത എഴുതിയതിൽ ആശാൻ ഇങ്ങനെ എഴുതി: ക്ഷിതിഗോളത്തെ ജഗദീശ രാജ്യത്തിലേക്ക് കുതികൊള്ളിക്കും നവ്യ വജസ്സുള്ളവനെ എന്ന് ടാഗോറിനെ കുറിച്ച് എഴുതി. ആ കുമാരനാശാന്റെ മതസങ്കല്പത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം ഇതിനും അപ്പുറം നിൽക്കുന്ന ഒന്നാണെന്ന് ഞാനിപ്പോൾ കാണുന്നു. അത് മറ്റൊന്നുമല്ല, അത് അനിമിസ്റ്റിക് എന്ന് പറയാൻ പറ്റുന്ന, പ്രകൃതിയിലേക്ക് സഞ്ചരിക്കുന്ന, എല്ലാം ഒന്നാണെന്ന് പറയുന്ന തീവ്രമായ ഒരു പാരിസ്ഥിതിക വീക്ഷണമാണ്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരുപക്ഷെ നമുക്ക് സമയമില്ല, ഞാൻ ചുരുക്കേണ്ടതുണ്ട്, സമയം ദീർഘിച്ചിരിക്കുന്നു. ഹൈദഗറിനെ കുറിച്ചിട്ടുള്ള ഫാദർ കാപ്പൻ്റെ സ്റ്റഡി തീക്ഷ്ണമായി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഏതോ ഒരു പ്രസാധകർ ഫാദർ കാപ്പൻ്റെ സമ്പൂർണ്ണ കൃതികൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. മാർക്സിൻ്റെ ആദ്യകാല കൃതികളെ കാപ്പൻ മുൻനിർത്തി നടത്തിയ അനാലിസിസും ഉഭയപ്രകൃതിയെക്കുറിച്ചിട്ടുള്ള കാപ്പൻ്റെ സിദ്ധാന്തവും മാർക്സിസത്തെക്കുറിച്ചും പ്രവാചക സങ്കല്പങ്ങളെക്കുറിച്ചിട്ടുമുള്ള കാപ്പൻ്റെ നിരീക്ഷണങ്ങളും മുൻനിർത്തി ആശാന്റെ ഈ പ്രകൃതി സങ്കല്പത്തെ ഒരു ഹൈദഗേറിയൻ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിച്ചം അദ്ദേഹത്തിൻ്റെ പുഷ്പവാടി പോലെയുള്ള കൃതികളിൽ കാണാൻ പറ്റും. ഒരു ചിലന്തിവല, ഭൃംഗത്തെക്കുറിച്ചിട്ടുള്ള പാട്ട്. പുഷ്പവാടിയുടെ ആമുഖത്തിൽ പറയും: സർഗാത്മകതയുടെ സാർവജനീന സ്വഭാവത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഈ കൃതിയിൽ പറയുന്ന കൃതികൾ സാർവജനീന സ്വഭാവമുള്ളവയാണ്. അതുകൊണ്ട് പൂക്കൾ പറന്നു പോകുന്നതിനെ കാണുന്ന കുട്ടി, പുഷ്പവാടിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ, ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പറന്നു പോകുന്ന അമ്മ. അപ്പം അമ്മ തിരുത്തുമല്ലോ, അല്ല അത് പൂക്കളാണ് അല്ല ചിത്രശലഭങ്ങളാണെന്ന് പറയും. അപ്പൊ കുഞ്ഞു പറയുന്ന സങ്കല്പം: അയ്യോ പോയി കൂടിക്കളിപ്പാൻ അമ്മേ, വയ്യേ എനിക്ക് പറപ്പാൻ, എനിക്ക് ചിറകില്ലല്ലോ എനിക്ക് ചിത്രശലഭങ്ങളെ പോലെ പാറാൻ എന്ന് പറയുന്ന ഈ സങ്കല്പത്തിന് വേറൊരു കോണ്ടക്സ്റ്റും കൂടിയുണ്ട്. ഒരിക്കൽ ലളിതാംബിക അന്തർജനം അദ്ദേഹത്തിൻ്റെ പിതാവിനോടൊപ്പം ശിവഗിരിയിൽ ഗുരുവിനെ കാണാനെത്തുന്ന സന്ദർഭത്തിൽ കൊച്ചു ലളിതാംബികയാണ്. അവൾ തുമ്പിയെ പിടിക്കാൻ നടക്കുന്നു. ആ നടക്കുന്ന ലളിതാംബിക തുമ്പിയെ പിടിക്കുന്നത് പിതാവിനോട് സംസാരിക്കുമ്പോഴും ഗുരു ശ്രദ്ധിക്കുന്നുണ്ട്. ലളിതാംബിക തിരിച്ചു വന്നപ്പോൾ ഗുരു ചോദിച്ചു: കിട്ടിയോ തുമ്പിയെ കിട്ടിയോ, പക്ഷിയെ കിട്ടിയോ? കിട്ടിയില്ല അപ്പൂപ്പ, കിട്ടിയില്ല. തുമ്പിയെ കിട്ടണമെങ്കിൽ തുമ്പിയെപ്പോലെ ചിറകു വേണമെന്ന് പറയുന്ന ആ ധ്യാനാത്മകമായ പാരിസ്ഥിതിക ബോധം കുമാരനാശാന് കുട്ടിക്കാലം മുതൽ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ ഏറ്റവും തീവ്രമായ ഒരു അനിമിസ്റ്റിക് പ്രകൃതി മതസങ്കല്പത്തിൻ്റെ ആ അഭിവ്യഞ്ജകത്വമാണ് അദ്ദേഹം അതിരമ്യ ബഹിർജഗത്തൊടിന്നഥവാ വേർപിരിയേണ്ടതില്ല ഞാൻ, ക്ഷിതിയിൽ തനുചേരുമൻ മനോരഥമി ഭംഗികളോടും ഐക്യമാവും. അല്ലയോ നൃപ, ഞാൻ പോവുകയാണ്, ഞാനൊരു പാവയല്ല, ഞാൻ മരിക്കുകയാണ്, അമ്മേ എന്നെ ഏറ്റെടുത്തുകൊള്ളുക. അല്ലല്ലല്ല, ഞാൻ തന്നെയാണ് ഈ ഭൂമി, ഞാൻ തന്നെയാണ് ഈ പൂക്കൾ, ഞാൻ തന്നെയാണ് ഈ കാറ്റ് എന്ന് പറയുന്ന, പ്രകൃതി തന്നെ ഞാൻ എന്ന് പറയുന്ന ഏറ്റവും സൂക്ഷ്മമായ ആദിമമായ ആ പ്രകൃതിമത സങ്കല്പത്തിൻ്റെ അണുവികിരണങ്ങൾ കൊണ്ട് ജ്വലിപ്പിക്കപ്പെട്ട കാവ്യശക്തിയാണ് കുമാരനാശാനെ ഒരുപക്ഷെ വീണ്ടും വീണ്ടും വായിക്കുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നമസ്കാരം.